ഞങ്ങളുടെ
നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനെപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കുക. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം ഒരു മിശിഹ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം.
ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ ഫരിസേയർ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കുവാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. സ്നേഹബഹുമാനപ്പെട്ട നവോത്ഥാനന്മാരെ, പരിസരങ്ങളുള്ള ഭർത്താക്കന്മാരെ, സഹോദരന്മാരെ, വിവാഹം എന്ന കൂതാശയിലൂടെ ഇന്ന് തിരുസഭയിൽ ഒരു കുടുംബം കൂടി ജനിച്ചിരിക്കുകയാണ്. ഉത്തമ ക്രിസ്തീയ കുടുംബം ഇന്നിവിടെ ജനിക്കുകയാണ്. പറയുന്നവരെ, സ്നേഹമുള്ള വധൂവരന്മാരെ, നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകണം, ഒരു പ്രചോദനമാകണം. എങ്ങനെയായിരിക്കണം ഒരു ക്രിസ്തീയ കുടുംബമെന്ന് നിങ്ങളുടെ ജീവിതം നോക്കി മറ്റുള്ളവർ കണ്ടുപഠിക്കുവാൻ ഇടവരേണ്ടതിന് ഒരു ഉത്തമ ക്രിസ്തീയ കുടുംബമായി തീരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, വിവാഹ കൂതാശയിൽ വധുവരന്മാർ മാത്രമല്ല കൂടി ഉണ്ടാവുക, മറിച്ച് 3 പേർ ചേർന്ന ഒരു ഉടമ്പടിയാണ്. വധുവും വരനുണ്ട്, പിന്നെ ആരാ? അത് കർത്താവായ മിശിഹായാണ്. മിശിഹായുടെ സാന്നിധ്യത്തിലെ തിരുസഭയുടെ സാന്നിധ്യത്തിലെ മുമ്പിലാണ് നിങ്ങൾ ഇന്ന് കൂതാശയിലൂടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുക. പ്രിയ വധൂവരന്മാരെ,
ഇന്ന് നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഈ ദേവാലയത്തിൽ ഒരു കുടുംബമായി നിങ്ങൾ ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കർത്താവായ മിശിഹായെ കൊണ്ട് വേണം ഇന്ന് നിങ്ങൾ കടന്നു പോകുവാൻ. നമുക്കറിയാം, കാറ്റിനെയും കൊടുങ്കാറ്റിനെയും അലറി വരുന്ന തിരമാലകളെയും ശാന്തമാക്കിയവൻ വള്ളത്തിന്റെ പടവിലകത്ത് തലചായ്ച്ചുറങ്ങിയത്. അവനെ ഉണർത്തിയപ്പോഴാണ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ കർത്താവ് എഴുന്നള്ളി വന്നത്. പ്രിയമുള്ള വധൂവരന്മാരെ, ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ മിശിഹ നിങ്ങളുടെ ജീവിതത്തിലെ വള്ളത്തിൽ കടന്നുറങ്ങിക്കോട്ടെ. അവൻ ഉറങ്ങാൻ അനുവദിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ ആവശ്യങ്ങളില്ല, നിങ്ങളുടെ വേദനകളില്ല, ബുദ്ധിമുട്ടുകളില്ല അവനെ വിളിച്ചുണർത്തുക. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് കരമുയർത്തി പ്രാർത്ഥിക്കുക. കർത്താവ് കടന്നുവരും, മിശിഹ കടന്നുവരും, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുള്ളവരെ നമുക്കറിയാം. ഭൂമിയിലെ ഓരോ കുടുംബവും തിരുസഭയിൽ ഒരു ഉത്തമ ക്രിസ്തീയ കുടുംബമായി തീരുവാൻ വിളിക്കപ്പെട്ടതാണ്. ഈ കുടുംബങ്ങൾക്കെല്ലാം മാതൃകയായിരിക്കുന്നത് വചനങ്ങളിലെ തിരുക്കുടുംബം തന്നെയാണ്. എന്തു നല്ലൊരു കുടുംബമാണ് ആലോചിച്ച് നോക്കി. പരാതിയില്ല, പരിഭവങ്ങളില്ല, പരസ്പരം പങ്കുവെച്ചും പരസ്പരം സ്നേഹിച്ചും വിട്ടുകൊടുത്തും പരസ്പരം സഹിച്ചു മുന്നേറുന്ന ഒരു കുടുംബം. ഈ കുടുംബമായിരിക്കണം ഇന്ന് നിങ്ങൾ ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ മാതൃകയാവേണ്ടത്. ലൂക്കായുടെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. ജെറൂസലേം ദേവാലയത്തിലേക്ക് ആരാധന ഏർപ്പെടുത്തുവാൻ വേണ്ടി പോകുന്ന തിരു കുടുംബത്തെ എന്താ സംഭവിക്കുക? ആരാധനയെല്ലാം തിരിച്ചു കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കൂടെയില്ല. നമുക്കറിയാം, നമ്മുടെയൊക്കെ മക്കളെന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു ദിവസം വൈകുന്നേരം താമസിച്ചെത്തിയാൽ പിന്നെ അമ്മമാർക്കും അപ്പമാർക്കും ആദ്യ എപ്രാളമാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അങ്ങോട്ടും ഓട്ടം. ഇത് തന്നെ അവിടെ നടന്നത്. ഉണ്ണിമിശിഹായെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആദ്യം പരിവർത്തനവുമായി ഉടനെ എന്താ ചെയ്യുന്നത്? പരസ്പരം പഴികാരിയില്ല, പരസ്പരം കുറ്റപ്പെടുത്തിയില്ല. രണ്ടുപേരും കൈകോർത്ത് ചേർത്ത് പിടിച്ച് ദേവാലയത്തിലേക്ക് കടന്നു പോവുകയാണ്. തിരിച്ചു വഴി യാത്ര ചെയ്യുകയാണ്. ഈ ഒരു നല്ല മാതൃക ഞാൻ ഉൾക്കൊള്ളുവാൻ നിങ്ങളോട് ആവശ്യപ്പെടുക. വേദനകളിലും ബുദ്ധിമുട്ടുകളിലും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൈകോർത്ത് പിടിച്ച് ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും. ഒരു റിയാലിറ്റി ഷോയിൽ ഏറ്റവും നല്ല കപ്പിൾസിനെ തിരഞ്ഞെടുക്കുന്ന ഒരു മത്സരമുണ്ടായത്. മത്സരത്തിൽ ഒത്തിരി കുടുംബങ്ങൾ കപ്പിൾസ് വരികയുണ്ടായി. എങ്കിലും ആർക്കൂടെ അതിനകത്ത് കടന്നു വന്നത്, എലിമിനേഷൻ റൗണ്ടിലേക്ക് കടന്നു വന്നത് 3 പേർ മാത്രമാണ്. ഈ 3 പേർക്കും നൽകിയ ഒരു കോമ്പറ്റീഷൻ ഇതായിരുന്നു. ഒരു കുറേ വസ്തുക്കൾ ഭർത്താവിനെ കാണിക്കും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലെന്താണെന്നുള്ളത് മത്സരം നടത്തുന്നവരോട് പറയണം. അതിനുശേഷം ഇതേ വസ്തുക്കൾ ഭാര്യയെ കാണിക്കും. ഈ ഭാര്യയെ വസ്തുക്കൾ കാണിച്ചാൽ പറയണം ഭർത്താവ് എന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത്, മനസ്സിൽ വിചാരിച്ചത്. ആദ്യത്തെ 2 കപ്പിൾസും പറയുവാൻ കഴിയില്ല. എന്നാൽ മൂന്നാമത്തെ ആള് ഭർത്താവ് തന്നെ ഈ വസ്തുക്കൾ കണ്ടപ്പോൾ എന്താണ് മനസ്സിൽ വിചാരിച്ചതെന്ന് വ്യക്തമായി പറയുകയുണ്ടായി. മത്സരത്തിൽ അവർ വിജയികളായി സമ്മാനമെല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നുണ്ടായി, മത്സരം നടത്തിയ വ്യക്തി എങ്ങനെയാണ് മറ്റൊരാളുടെ മനസ്സിലെ കാര്യങ്ങൾ ഈ വസ്തുക്കൾ കണ്ടപ്പോൾ വ്യക്തമായി പറയുവാൻ കഴിഞ്ഞത്? അവർ പറഞ്ഞത് പ്രകാരമാണ്, ഞങ്ങളുടെ കുടുംബജീവിതം ക്രിസ്തീയ കുടുംബമായിരുന്നത്. ഞങ്ങളുടെ കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതാണ്. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതാ, ഒരുമിച്ച് ഒരു മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതാ. ഈ ഒന്നിച്ച് പ്രാർത്ഥിച്ച ശേഷം ഒരല്പനേരം അന്നേ ദിവസത്തെ കാര്യങ്ങൾ ഞങ്ങൾ വിലയിരുത്തും. അന്നുണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും ഞങ്ങൾ പരസ്പരം പങ്കുവയ്ക്കും. അന്നുണ്ടായ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഞങ്ങൾ പങ്കുവയ്ക്കും. അങ്ങനെ ഒന്നിച്ചു വളരുന്ന, ഒന്നിച്ച് പങ്കുവയ്ക്കുന്ന ആ കുടുംബത്തിനിടയ്ക്ക് ഒരു വലിയ ആത്മബന്ധമുണ്ടായി. ഒരേ മനസ്സായവർ മറ്റൊരാളുടെ മനസ്സിലെ കാര്യങ്ങൾ വളരെ വ്യക്തമായി തിരിച്ചറിയുവാൻ കഴിയുന്നു. സ്നേഹമുള്ളവരെ, പ്രാർത്ഥന കൈവിടാതിരിക്കുക നമ്മുടെ ജീവിതത്തിൽ. ഈ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, അന്നേ ദിവസത്തെക്കുറിച്ച് ഒന്ന് വിലയിരുത്തുവാൻ
അല്പം നേരം മാറ്റിവെക്കണം. വേണ്ടി സജീവൻ അർപ്പിച്ച